ഹായ്, വെൽക്കം ടു ബൾബ് ആൻഡ് ബീക്കർ യൂട്യൂബ് ചാനൽ. നമ്മൾ SSLC കെമിസ്ട്രിയിലെ പുതിയ സിലബസ് മാറി, അതേപോലെ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ പാറ്റേൺ മാറി. ഒരു കൺസെപ്ച്വൽ ലേണിംഗ്, അതായത് കൺസെപ്റ്റ് അറിയുന്നവർക്ക് എക്സാം ആൻസർ ചെയ്താൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ സ്കൂളിൽ റിവിഷൻ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. IT പ്രാക്ടിക്കൽ എക്സാം, മോഡൽ എക്സാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോകുന്നവരാണ്, നൈറ്റ് ക്യാമ്പുകളൊക്കെ അതിൻ്റെ ഫിനിഷിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ, ഈ ഒരു മാസം, ഇനി ഒരു 1 month ആണ് ഹാർഡ്ലി നമ്മുടെ മുമ്പിലുള്ളത്. ആ ഒരു മാസത്തേക്ക് ആവശ്യമായിട്ടുള്ള ക്യുക്ക് റിവിഷൻ, SSLC കെമിസ്ട്രിയിലെ ക്യുക്ക് റിവിഷൻ, കുറഞ്ഞ സമയം കൊണ്ട് അതൊന്ന് ഓടിച്ചു പോവുക, റിവൈസ് ചെയ്യുക. അതായത് മെമ്മറി ടിപ്സ്, നമ്മുടെ മെമ്മറിയിലേക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ചാപ്റ്റർ ബ്രീഫായിട്ട് ഒന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക, 2018 to 25 വരെയുള്ള SSLC ക്വസ്റ്റ്യൻ, അതേപോലെ തന്നെ പുതിയ SCERT ഇറക്കിയ പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻ, സെറ്റ് ABC എന്ന് പറഞ്ഞ പുതിയ പാറ്റേൺ ഉണ്ട്. ആ പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്യുക്ക് റിവിഷൻ ആണ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യം റിവൈസ് ചെയ്യുന്നത് ചാപ്റ്റർ 5, 5ാമത്തെ ചാപ്റ്റർ, സെക്കൻഡ് വോള്യത്തിലെ ആദ്യത്തെ ചാപ്റ്റർ. ചാപ്റ്ററിന്റെ പേര് ഇലക്ട്രോ കെമിസ്ട്രി, വൈദ്യുത രസതന്ത്രം. അതായത് ചാപ്റ്റർ, ഏതൊരു ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ആ ചാപ്റ്ററിൽ പഠിക്കുന്നതെന്ന് ബ്രീഫായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നാൽ പിന്നെ പോയിന്റ് വിട്ടുപോല, പഠിക്കാൻ മറന്നുപോല, തുടക്കം കിട്ടാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കൃത്യമായിട്ട് ആ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് ഒന്ന് റിയാക്ടിവിറ്റി സീരീസ്, ക്രിയാശീല ശ്രേണി. രണ്ടാമത്തത് ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ എന്ന് പറയും, അല്ലെങ്കിൽ ഡാനിയൽ സെൽ എന്നൊക്കെ പറയും. മൂന്നാമത്തത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം. നാലാമത്തത് ഇലക്ട്രോലൈറ്റിക് സെൽ, വൈദ്യുത വിശ്ലേഷണ സെല്ല്. അഞ്ചാമത്തത് ഇലക്ട്രോപ്ലേറ്റിംഗ്, വൈദ്യുത ലേപനം. ആറാമത്തത് സെല്ലുകളെ കുറിച്ച്. ഇങ്ങനെ 6 ടോപ്പിക്കുകളാണ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഈ ചാപ്റ്റർ ആസ് എ ഹോൾ മൊത്തമായിട്ട് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഇലക്ട്രോ കെമിസ്ട്രി, വൈദ്യുത രസതന്ത്രം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് കെമിക്കൽ റിയാക്ഷൻ നടത്തുന്നത്, അതേപോലെ കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. ഈ സംഗതിയാണ് പഠിക്കുന്നത്. അതിനാണ് ഈ 6 സ്പ്ലിറ്റപ്പ് ആയിട്ട് അത് മാറ്റിയത്. ഓരോ സ്പ്ലിറ്റപ്പും അവിടെ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ടോപ്പിക്കിലേക്ക് വരാം. റിയാക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ ക്രിയാശീല ശ്രേണി. അതായത് നമുക്കറിയാം, ഈ ഭൂലോകത്ത് ഒരുപാട് മെറ്റൽസ് കാണപ്പെടുന്നുണ്ട്. ഈ മെറ്റലെല്ലാം ഒരേ വേഗതയിലാണോ റിയാക്ഷനിൽ പങ്കെടുക്കുക? അല്ലല്ലോ. ഓരോ മെറ്റലും റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള കപ്പാസിറ്റി വ്യത്യാസമുണ്ട്. ഈ മെറ്റൽസിന്റെ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള കഴിവിനനുസരിച്ച്, സ്പീഡിനനുസരിച്ച് മെറ്റലിന് ഒരു ടേബിൾ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ടേബിളിന് പറയുന്ന പേരാണ് റിയാക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ ക്രിയാശീല ശ്രേണി. ഇനി എന്തിനാണ് ഈ റിയാക്ടിവിറ്റി സീരീസ് പഠിക്കുന്നത്? നമ്മൾ പറഞ്ഞു, കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാവണമെങ്കിലും ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് കെമിക്കൽ റിയാക്ഷൻ നടത്തണമെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് അവിടെ വേണ്ട സാധനമാണ് മെറ്റൽസ്. മെറ്റലാണ് ഇതിലൊരു ഇന്റർമീഡിയറ്റ് റോൾ വഹിക്കുന്നത്. അപ്പൊ ഈ മെറ്റൽസ് ഉണ്ടെങ്കിലേ ഈ പറഞ്ഞ പ്രവർത്തനം നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മെറ്റൽസിനെ കുറിച്ച് പഠിക്കുന്നത്, റിയാക്ടിവിറ്റി സീരീസ്. അപ്പൊ എന്താ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞ ഒന്നുമില്ല, ദി അറേഞ്ച്മെന്റ് ഓഫ് മെറ്റൽ ഇൻ ദ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ദിയർ റിയാക്ടിവിറ്റി. ലോഹങ്ങളെ അവയുടെ ക്രിയാശീലത കുറഞ്ഞു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ച പട്ടികക്കാണ് ക്രിയാശീല ശ്രേണി, അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. അപ്പൊ ക്രിയാശീല ശ്രേണി നിർബന്ധമായിട്ടും ആ ടേബിൾ ശ്രേണി കാണാതെ പഠിച്ചിരിക്കണം. എന്താ ക്രിയാശീല ശ്രേണി? പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, മെർക്കുറി, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡ് പ്ലാറ്റിനം. ചിലതിൽ ടെക്സ്റ്റിൽ പ്ലാറ്റിനം ഉണ്ടാവില്ല. സോ ഇതാണ് റിയാക്ടിവിറ്റി സീരീസ്, ക്രിയാശീല ശ്രേണി. ഈ ക്രിയാശീല ശ്രേണിയിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ച് മെറ്റലിന്റെ റിയാക്ടിവിറ്റി ഡിക്രീസസ്, കുറഞ്ഞു വരിക ചെയ്യാം. അപ്പൊ ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയ ആള് ഏറ്റവും മുകളിൽ, റിയാക്ടിവിറ്റി കുറഞ്ഞ ആള് ഏറ്റവും താഴെ. ഓക്കെ, അപ്പൊ ഈ ടേബിൾ നിർബന്ധമായിട്ടും കാണാതെ പഠിച്ചിരിക്കണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പല മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഏതാണോ മെത്തേഡ് ഉപയോഗിച്ച് പഠിച്ചത് ആ രീതിയിൽ അത് ഓർമ്മയിൽ ഉണ്ടാവണം. ദെൻ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ സോഡിയം ആൻഡ് പൊട്ടാസ്യം കെപ്റ്റ് ഇൻ കെറോസിൻ? ലബോറട്ടറിയിൽ സോഡിയവും പൊട്ടാസ്യം മണ്ണെണ്ണയിൽ ഇട്ടിട്ടാണ് സൂക്ഷിച്ചു വെക്കുക. ഗിവ് റീസൺ. എന്തുകൊണ്ടാണ്? കാരണം സോഡിയത്തിനും പൊട്ടാസ്യത്തിനും നമുക്ക് റിയാക്ടിവിറ്റി കൂടുതലല്ലേ. സോ ദേ ആർ ഹൈലി റിയാക്റ്റീവ്. അവർക്ക് റിയാക്ടിവിറ്റി കൂടുതലായതുകൊണ്ടാണ്, അവയ്ക്ക് ക്രിയാശീലത കൂടുതലായതുകൊണ്ടാണ് അത് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത്. അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വൈ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഓർണമെന്റ്സ്? ആഭരണ നിർമ്മാണത്തിന് സ്വർണം, വെള്ളി, പ്ലാറ്റിനം ഉപയോഗിക്കാനുള്ള കാരണം എന്താ? ദേ ആർ ലീസ്റ്റ് റിയാക്റ്റീവ്. അവർക്ക് റിയാക്ടിവിറ്റി
കുറവായതുകൊണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ എന്താ വരെ? ദേ ആർ ഹൈലി റിയാക്റ്റീവ്. അവയ്ക്ക് റിയാക്ടിവിറ്റി കൂടുതലായതുകൊണ്ട്, ക്രിയാശീലത കൂടുതലായതുകൊണ്ട്. സിൽവർ, പ്ലാറ്റിനം, ഗോൾഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എന്താ ആൻസർ പറയാ? അവയ്ക്ക് ക്രിയാശീലത കുറവായതുകൊണ്ട്. ദേ ആർ ലോവർ റിയാക്റ്റീവ്. അവർക്ക് റിയാക്ടിവിറ്റി അല്ലെങ്കിൽ ക്രിയാശീലത കുറവായതുകൊണ്ട്. സോ ഒന്നാമത്തെ ടോപ്പിക് റിയാക്ടിവിറ്റി സീരീസ് ഇത്രയാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, ഈ ടേബിൾ കാണാതെ അറിഞ്ഞിരിക്കണം. രണ്ടാമത്തത്, അതായത് പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, മെർക്കുറി, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ്. പഠിക്കാൻ പല രീതിയിൽ ഒരു മെത്തേഡാണ്. ഇതിൻ്റെ ഒക്കെ മലയാളത്തിൽ പേര് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റേഴ്സ് കൂട്ടിയിട്ട് ഒരു സെന്റൻസ് ഉണ്ടാക്കുക. പൊസോ, കാമ, അസി, അനിറ്റിലെ. ഇങ്ങനെയാണ്. ജസ്റ്റ് ഒന്ന് പറയാം. പൊസോ, കാമ, അസി, അനിറ്റിലെ, ഹൈക്കോമെ, സിപ്ലാഗോ. ഓക്കെ, ഈ രീതിയിലൊന്ന് പഠിക്കാം. ഓക്കെ, അത് വളരെ എളുപ്പമാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, മെർക്കുറി, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ്. അപ്പോൾ ഈ രീതിയിൽ പഠിക്കുമ്പോഴുള്ള മെച്ചം എന്താ വെച്ചാൽ ഇത് ആദ്യം വായിക്കുമ്പോൾ ഈ സെന്റൻസ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ ഇത് കുറേ തവണ വായിക്കുമ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് കാണാതെ പഠിക്കും. പിന്നെ അത് മറന്നുമില്ല. പൊസോ, കാമ, അസി, അനിറ്റിലെ, ഹൈക്കോമെ, സിപ്ലാഗോ. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. പൊസോ, കാമ, അസി, അനിറ്റിലെ, ഹൈക്കോമെ, സിപ്ലാഗോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഓർമ്മയുണ്ടാവും. മറ്റേത് നമ്മൾ പോലെ കഥ രൂപത്തിലും പാട്ട് രൂപത്തിലും ഒക്കെ പഠിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയും? കഥയും പാട്ടും ഒക്കെ ഓർമ്മ ഉണ്ടാവും. മെറ്റൽസിന്റെ പേരൊറ്റൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഇതിൽ മെറ്റൽസിന്റെ പേരല്ലാതെ ഒന്നും അഡീഷണൽ ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇത് ഒരു 3-4 പ്രാവശ്യം എഴുതി പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ഇതങ്ങോട്ട് ഓർമ്മയിലുണ്ടാവും. പിന്നെ അത് മറന്നുപോകില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം? ഈ രീതിയിൽ പഠിക്കാം. നിങ്ങൾ ഏത് മെത്തേഡാണ് ഉപയോഗിച്ചത് ആ മെത്തേഡിൽ റിയാക്ടിവിറ്റി സീരീസ് കാണാതെ പഠിക്കാം. അപ്പോൾ ഒന്നാമത്തെ ടോപ്പിക് ക്ലിയർ ആയി. ഇനി രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് വരാം. ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ, അതുമല്ലെങ്കിൽ ഡാനിയൽ സെൽ എന്നൊക്കെ പേരിൽ അറിയപ്പെടും. അതായത് ക്രിയാശീല ശ്രേണിയുടെ അടിസ്ഥാനത്തിൽ റിയാക്ടിവിറ്റി സീരീസിന്റെ ബേസിസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന, വിശദീകരിക്കാൻ പറ്റുന്ന ഒരു പ്രതിഭാസമാണ് ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ അല്ലെങ്കിൽ ഡാനിയൽ സെൽ. അതായത് കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് വൈദ്യുതി ഉണ്ടാക്കുന്ന സെറ്റപ്പിനെ, അതായത് കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്ന സെറ്റപ്പിനെയാണ് ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 8 ക്വസ്റ്റ്യൻ ആണ് എക്സാമിൽ ചോദിക്കുക. 8 ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക് കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ടേക്സ് പ്ലേസ് ഇൻ ഗാൽവാനിക് സെൽ? ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ത്? നമുക്ക് കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാവുമല്ലേ? അപ്പോൾ അവിടെ ഏത് എനർജി ആയിട്ട് മാറുക? കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാവുക. അപ്പൊ കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. വൈദ്യുതോർജം രാസോർജമായിട്ട് മാറുകയാണ്. കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. കെമിക്കൽ റിയാക്ഷൻ നടത്തി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക. അതായത് രാസോർജം മാറിപ്പോയി. നേരത്തെ പറഞ്ഞത് രാസോർജം എന്തായിട്ട് മാറുകയാണ്? വൈദ്യുതോർജമായിട്ട് മാറുക. ഓക്കെ, രാസോർജം വൈദ്യുതോർജമായിട്ട് മാറുന്ന സെറ്റപ്പിനെയാണ് ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത്. ഇനി ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഗാൽവാനിക് സെൽ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ എനർജി ചേഞ്ച്, വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ടേക്സ് പ്ലേസ് ഇൻ ഗാൽവാനിക് സെൽ? ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ എ നീറ്റ് ഡയഗ്രാം ഓഫ് എ ഗാൽവാനിക് സെൽ. ഏതെങ്കിലും ഒരു ഗാൽവാനിക് സെല്ലിന്റെ ചിത്രം വരയ്ക്കാൻ പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവരിവിടെ പറഞ്ഞത് ZnCu ഗാൽവാനിക് സെൽ, ഒന്നുകിൽ ZnCu അല്ലെങ്കിൽ MgCu ഒക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡ്രോ എ നീറ്റ് ഡയഗ്രാം ഓഫ് ZnCu ഗാൽവാനിക് സെൽ. എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ഏത് ഗാൽവാനിക് സെല്ല് വരയ്ക്കാൻ പറഞ്ഞാലും ആദ്യം 2 ബീക്കർ അങ്ങോട്ട് വരയ്ക്കാം, 2 പാത്രം. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഈ ബീക്കറിലേക്ക് അവർ പറഞ്ഞ 2 മെറ്റലിന്റെ റോഡുകൾ ഇറക്കി വെക്കുക. ഒന്നാമത്തെ ബീക്കറിലേക്ക് Znന്റെ റോഡ് ഇറക്കി വെക്കുക. രണ്ടാമത്തെ ബീക്കറിലേക്ക് Cuന്റെ റോഡ് ഇറക്കി വെക്കുക. ഈ റോഡുകൾക്ക് പറയുന്ന പേരാണ് ഇലക്ട്രോഡ് എന്ന പേരിൽ അറിയപ്പെടുക. ഇലക്ട്രോഡ്. ദെൻ ആ റോഡുകൾ ഇറക്കി വെച്ച ബീക്കറിലേക്ക് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സാൾട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ Zn ആണെങ്കിൽ സൊല്യൂഷൻ ZnSO4, Cu ആണെങ്കിൽ സ്യൂട്ടബിൾ സൊല്യൂഷൻ CuSO4, Mg ആണെങ്കിൽ MgSO4, Fe ആണെങ്കിൽ FeSO4. അതിൽ വ്യത്യാസമുള്ളത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സാധനത്തിൽ Ag വരുമ്പോൾ AgSO4 അല്ല, AgNO3. ബാക്കിയുള്ളതിനൊക്കെ SO4, Agക്ക് മാത്രം AgNO3. ഓർത്തിരിക്കാം. ദെൻ അപ്പോൾ ഈ എടുക്കുന്ന സൊല്യൂഷന് നമ്മൾ പറഞ്ഞ പേരാണ് ഇലക്ട്രോലൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുക. ഇലക്ട്രോലൈറ്റ്. ഇനി എന്ത് ചെയ്യുക? ഈ 2 റോഡുകളും തമ്മിൽ വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുക. 2 സൊല്യൂഷനും സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന സാധനം, മലയാളത്തിലും സാൾട്ട് ബ്രിഡ്ജ് എന്ന് തന്നെ പറയാം, സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന സാധനമായിട്ട് കണക്ട് ചെയ്യാം.
ഇത്രയും വരച്ചു കഴിഞ്ഞാൽ ഗാൽവാനിക് സെല്ലിന്റെ ചിത്രമായി. അപ്പോൾ 2 പാത്രം വരച്ചു, ബീക്കർ വരച്ചു, അതിലേക്ക് അവർ പറഞ്ഞ 2 റോഡുകൾ ഇട്ടു, സ്യൂട്ടബിൾ സൊല്യൂഷൻ SO4 ചേർത്തിട്ടു, AG ആകുമ്പോൾ NO3, റോഡുകൾ തമ്മിൽ വോൾട്ട്മീറ്റർ, സൊല്യൂഷൻ തമ്മിൽ സാൾട്ട് ബ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ആസ് സാൾട്ട് ബ്രിഡ്ജ്? സാൾട്ട് ബ്രിഡ്ജ് ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? ഒരുപാട് മെറ്റീരിയൽ സാൾട്ട് ബ്രിഡ്ജ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. പൊട്ടാസ്യം ക്ലോറൈഡ്, NH4Cl ഒക്കെ ഉണ്ട്. ഇവിടെ തൽക്കാലം KCl, പൊട്ടാസ്യം ക്ലോറൈഡ് സാൾട്ട് ബ്രിഡ്ജ് ആയിട്ട് ഉപയോഗിക്കുന്നു. അതായത് വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ആസ് സാൾട്ട് ബ്രിഡ്ജ്? സാൾട്ട് ബ്രിഡ്ജ് ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഒന്ന് ഓർത്തിരിക്കുക, KCl, പൊട്ടാസ്യം ക്ലോറൈഡ്. പിന്നെ ചോദിക്കും, വാട്ട് ഈസ് ദ റോൾ ഓഫ് സാൾട്ട് ബ്രിഡ്ജ്? ഈ സാൾട്ട് ബ്രിഡ്ജിന്റെ ധർമ്മം എന്താ? 3 പോയിന്റ് കീപ്പ് ഇൻ മൈൻഡ്. ഒന്ന്, ടു കംപ്ലീറ്റ് ദ സർക്യൂട്ട് പൂർത്തീകരിക്കാൻ. ടു കംപ്ലീറ്റ് ദ സർക്യൂട്ട് പൂർത്തീകരിക്കാൻ, നോട്ട് ചെയ്ത് നോക്കുക. രണ്ടാമത്തത്, ടു മെയിൻറ്റെയിൻ ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. ഈ സർക്യൂട്ട് പൂർത്തിയായാലേ ഇലക്ട്രോൺ ഇതിലൂടെ എങ്ങനെ ഫ്ലോ ചെയ്യാൻ പറ്റുള്ളൂ. ടു മെയിൻറ്റെയിൻ ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ പ്രവാഹം നിലനിർത്താൻ. അപ്പൊ ഒന്നാമത്തെ ടു കംപ്ലീറ്റ് ദ സർക്യൂട്ട് പൂർത്തീകരിക്കാൻ. രണ്ടാമത്തത് ടു മെയിൻറ്റെയിൻ ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ പ്രവാഹം നിലനിർത്താൻ. മൂന്നാമത്തത് ടു മെയിൻറ്റെയിൻ ദ ന്യൂട്രാലിറ്റി, അതായത് 2 സൈഡിലുള്ള ഇലക്ട്രോണുകൾ ന്യൂട്രൽ ആക്കി മാറ്റുക. ടു മെയിൻറ്റെയിൻ ദ ന്യൂട്രാലിറ്റി നിലനിർത്താൻ. സോ വാട്ട് ഈസ് ദ റോൾ ഓഫ് സാൾട്ട് ബ്രിഡ്ജ്? ടു കംപ്ലീറ്റ് ദ സർക്യൂട്ട് പൂർത്തീകരിക്കാൻ, ടു മെയിൻറ്റെയിൻ ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ പ്രവാഹം നിലനിർത്താൻ, ടു മെയിൻറ്റെയിൻ ദ ന്യൂട്രാലിറ്റി നിലനിർത്താൻ. ദെൻ സാൾട്ട് ബ്രിഡ്ജ് ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ KCl. അപ്പോൾ 4 ക്വസ്റ്റ്യൻ ആൻസർ ആയി. പിന്നെ ഐഡന്റിഫൈ ആനോഡ് ആൻഡ് കാഥോഡ് ഇൻ ദിസ് ഗാൽവാനിക് സെൽ. ഇതിലെ ആനോഡും കാഥോഡും കണ്ടെത്താൻ പറയും. എങ്ങനെയാ കണ്ടെത്തുക? ഇവിടെ നോക്കുക, 2 മെറ്റൽ ഉണ്ട്, Zn-ഉം C-യും. ഈ 2 മെറ്റലില് റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ഏതാണോ അയാള് ആനോഡ്. ഹയർ റിയാക്ടിവിറ്റി ഉള്ള ആള്, ക്രിയാശീലത കൂടിയാണ് ആനോഡ്. ലോവർ റിയാക്ടിവിറ്റി ഉള്ള ആള് കാഥോഡ്. അപ്പൊ ആനോഡും കാഥോഡും കണ്ടെത്തി. ഇനി ആനോഡിന്റെ ചാർജ് എന്താ? എല്ലായിടത്തും ആനോഡിന്റെ ചാർജ് പോസിറ്റീവ് വരിക. ഗാൽവാനിക് സെല്ലിൽ മാത്രം ആനോഡിന്റെ ചാർജ് നെഗറ്റീവ്, കാഥോഡിന്റെ ചാർജ് പോസിറ്റീവ്. ഇനി ഈ ചാപ്റ്ററിൽ എവിടെ നമ്മൾ ചാർജ് പറയുമ്പോഴും ആനോഡ് പോസിറ്റീവ്, കാഥോഡ് നെഗറ്റീവ്. ഇവിടെ മാത്രം ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവും. Then which is the direction of flow of electron flow എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും? ആനോഡ് ടു കാഥോഡ്. ആനോഡിൽ നിന്നും കാഥോഡിലേക്കായിരിക്കും ഇലക്ട്രോണുകൾ പ്രവഹിക്കുക. ആനോഡിൽ നിന്നും ആനോഡ് ടു കാഥോഡ്. ഇലക്ട്രിസിറ്റിന്റെ ഫ്ലോയോ കാഥോഡ് ടു ആനോഡ്. കാഥോഡിൽ നിന്നും ആനോഡ്. ഇലക്ട്രോൺസിന്റെ ഫ്ലോന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യാം. Then last question, write the reaction involving in galvanic cell. ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന രാസപ്രവർത്തനം, അതായത് ആനോഡത്തെ പ്രവർത്തനം എഴുതണം, ആനോഡ്. അതേപോലെ കാഥോഡത്തെ പ്രവർത്തനം എഴുതണം. ദെൻ ആനോഡത്തെ പ്രവർത്തനത്തിൽ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഓക്സിഡേഷൻ എന്നാ പറയാ, ഓക്സീകരണം. കാഥോഡത്തെ പ്രവർത്തനത്തിൽ നമ്മൾ പറയുന്ന പേരാണ് റിഡക്ഷൻ, അതായത് നിരോക്സീകരണം. ഇനി ഒരു ഗാൽവാനിക് സെല്ലിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് നടക്കുക. അതിനാണ് നമ്മൾ റിഡോക്സ് പ്രവർത്തനം എന്ന് പറയുക, റിഡോക്സ് റിയാക്ഷൻ. മലയാളത്തിൽ റിഡോക്സ് പ്രവർത്തനം എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ് റിയാക്ഷൻ എഴുതുക? ലിസൺ, ഈ ഒരൊറ്റ റിയാക്ഷൻ ഇരുന്ന് പഠിച്ചാൽ മതി. ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് റിയാക്ഷൻ ഒന്ന് കൂളായിട്ട് എഴുതാൻ പറ്റും. അപ്പൊ നോക്കുക, ആദ്യം ആനോഡത്തെ റിയാക്ഷൻ. അപ്പൊ ഇവിടെ ആനോഡ് ആരാ? Zn. ആനോഡിന്റെ പേരങ്ങടെ എഴുതുക, Zn. ആനോഡ് ഇലക്ട്രോൺ കൊടുക്കലാണോ വാങ്ങലാണോ? ആനോഡ് ഇലക്ട്രോൺ കൊടുക്കാണ്. അപ്പോൾ Zn gives, കൊടുക്കുന്നു. എന്താ കൊടുക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാത്തിലും 2 ഇലക്ട്രോൺ കൊടുക്കുന്നതാണ് പഠിക്കുന്നത്. അപ്പൊ Zn gives എന്ത് ചെയ്യുന്നു? 2 ഇലക്ട്രോൺ കൊടുക്കുന്നു. എന്നിട്ട് എന്തായിട്ട് മാറും? Zn2+ ആയിട്ട് മാറും. എന്തായിട്ട് മാറും? Zn2+. അപ്പൊ ആനോഡത്തെ റിയാക്ഷൻ എങ്ങനെ ചെയ്താ? Zn gives Zn2+ 2 ഇലക്ട്രോൺ. ഇനി Zn പകരം Mg ആനോഡായിട്ട് വരികയാണെങ്കിലോ Mg gives Mg2+ 2 ഇലക്ട്രോൺ. Fe ആനോഡായിട്ട് വരികയാണെങ്കിലോ Fe gives Fe2+ 2 ഇലക്ട്രോൺ. അതേപോലെ Cu ആനോഡായിട്ട് വരികയാണെങ്കിലോ Cu gives Cu2+ 2 ഇലക്ട്രോൺ. ഈ രീതിയിലാണ് ആനോഡത്തെ റിയാക്ഷൻ എഴുതുക. ക്ലിയർ ആണോ? ഇനി കാഥോഡത്തെ റിയാക്ഷൻ നേരെ റിവേഴ്സിൽ എഴുതുക. ആനോഡിൽ എന്താണോ ഇത് നേരെ റിവേഴ്സിൽ എഴുതുക. അപ്പോൾ റിവേഴ്സിൽ എഴുതുമ്പോൾ ആനോഡിന്റെ പേരിന്റെ സ്ഥാനത്ത് ആരെ കൊടുക്കണം? കാഥോഡിന്റെ പേര് കൊടുക്കണം. അപ്പൊ Zn പകരം ആരെ കൊടുക്കണം? Cu2+ 2 ഇലക്ട്രോൺ gives Cu. ഓക്കെ, ഇലക്ട്രോൺ എന്ന് ഈ മൈനസ് ആണ്, മൈനസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നേരെ റിവേഴ്സിൽ ചെയ്താൽ ആനോഡിന്റെ പേരിന്റെ സ്ഥാനത്ത് കാഥോഡിന്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ആര് കിട്ടി? കാഥോഡത്തെ റിഡക്ഷൻ റിയാക്ഷൻ കിട്ടി. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയാം. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ മൊത്തം ആഡ് ചെയ്യുക, റൈറ്റ് സൈഡിൽ മൊത്തം ആഡ് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെയുള്ളത്? Zn+, പിന്നെന്താ വരുന്നത്? Cu2+. ഇലക്ട്രോൺ ഇവിടെയുണ്ട്, ക്യാൻസൽ ആയി പോകും. Gives, അപ്പുറത്തെ സൈഡിൽ എന്താ വരുന്നത്?
Zn2 plus Cu. ഇതാണ് റിഡോക്സ് റിയാക്ഷൻ. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിഡോക്സ് റിയാക്ഷൻ കിട്ടി. അപ്പൊ ഗാൽവാനിക് സെല്ലുള്ള എല്ലാ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ക്ലിയർ? ഇനി ഗാൽവാനിക് സെല്ലിൽ നിങ്ങൾ പറയണം, ഉദാഹരണമായിട്ട് MgCu ഗാൽവാനിക് സെൽ, അതിന്റെ ഓക്സിഡേഷൻ റിഡക്ഷൻ റിഡോക്സ് റിയാക്ഷൻ, ഓക്സീകരണം നിരോക്സീകരണം റിഡോക്സ് പ്രവർത്തനം എങ്ങനെ എഴുതുക പറഞ്ഞേ. ആദ്യം ഓക്സീകരണ സമവാക്യം എങ്ങനെ എഴുതുക? Mg gives Mg2 കൂടെ പറയാ Mg2 plus 2 ഇലക്ട്രോൺ. ഇനി കാഥോഡാണോ? നേരെ റിവേഴ്സ് Cu. Mg2 പ്ലസിന് പകരം Cu2 plus 2 ഇലക്ട്രോൺ gives Cu. അല്ലെ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. പറഞ്ഞോ, Mg plus Cu2 plus gives ഇലക്ട്രോൺ ക്യാൻസൽ ആയി പോകും. Mg2 plus Cu. റിഡോക്സ് പ്രവർത്തനമായി. പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങളോട് പറയാ FeCu ഗാൽവാനിക് സെൽ, ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാ. FeCu ഗാൽവാനിക് സെല്ലിന്റെ റിഡോക്സ് റിയാക്ഷൻ എഴുതുക, റിഡോക്സ് പ്രവർത്തനം എഴുതുക. അപ്പൊ ഡയറക്റ്റ് റിഡോക്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഒന്നെങ്കിൽ ഓക്സീകരണം നിരോക്സീകരണം എഴുതിയിട്ട് ആഡ് ചെയ്യാം, അല്ലാതെ ഡയറക്റ്റ് എഴുതാം. എങ്ങനെ ഡയറക്റ്റ് ചെയ്താ? ആദ്യം ആനോഡിന്റെ പേര് എഴുതാ Fe, ഓക്കെ, പ്ലസ് കാഥോഡിന്റെ പേര് എഴുതാ Cu, അതിന്റെ മുകളിൽ 2 പ്ലസ് Cu2 പ്ലസ് ഗീവ്സ് എന്ത് ചെയ്യുക? ഈ 2 പ്ലസ് അങ്ങോട്ട് മാറ്റി കൊടുക്കുക. അപ്പൊ എന്താ വരിക? Fe2 plus C. കഴിഞ്ഞു. റിഡോക്സ് റിയാക്ഷൻ ഡയറക്റ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി ഇതേപോലെ തന്നെ ഇവിടെ AgCu ഗാൽവാനിക് അല്ലെങ്കിൽ CuAg ഗാൽവാനിക് സെൽ, അതൊരു എക്സെപ്ഷണൽ സെല്ലാണ്. CuAg ഗാൽവാനിക് സെൽ, അതിന്റെ ഓക്സീകരണ നിരോക്സീകരണ റിഡോക്സ് റിയാക്ഷൻ എഴുതാൻ പറയും. അപ്പൊ നോക്കുക, CuAg ഗാൽവാനിക് സെൽ, Cu അല്ലേ ആനോഡ്, റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ, ക്രിയാശീലത കൂടിയ മെറ്റലാണ് ആനോഡ്, ക്രിയാശീലത കുറഞ്ഞ മെറ്റൽ കാഥോഡ്. അതെല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ Cu ആണ് റിയാക്ടിവിറ്റി കൂടിയത് ആനോഡ്. അപ്പൊ ആനോഡത്തെ റിയാക്ഷൻ എങ്ങനെ എഴുതുക? Cu gives Cu2 plus 2 ഇലക്ട്രോൺ എഴുതി. ഇനി കാഥോഡത്തെ റിയാക്ഷൻ നേരെ റിവേഴ്സ് ചെയ്തുമ്പോൾ Ag ആണ് കാഥോഡ്. Agക്ക് 2 പ്ലസ് പറ്റൂല, Agക്ക് 1 പ്ലസ് ആണ്, വാലൻസി 1 വരുന്നത്. അപ്പോ എങ്ങനെയാ വരിക? Ag plus 1 ഇലക്ട്രോൺ gives Ag. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ കോപ്പർ 2 ഇലക്ട്രോൺ വിട്ടു കൊടുക്കുന്നതുണ്ട്. Ag ഇവിടെ 2 ഇലക്ട്രോൺ സ്വീകരിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഒരു Ag 1 ഇലക്ട്രോണേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ ചെയ്യുക? ഇവിടെ ഒരു Ag 1 ഇലക്ട്രോണെ സ്വീകരിക്കാം. അപ്പൊ വേറൊരു Ag കൂടി അങ്ങോട്ടേക്ക് വരും. അപ്പൊ എന്ത് കൊടുക്കണം? ഇവിടെ 2Ag. അപ്പോ 2Ag പ്ലസ്, അപ്പൊ എന്ത് ചെയ്യണം? 2 ഇലക്ട്രോൺ gives 2Ag. ത്രൂ ഔട്ട് രണ്ടുകൊണ്ട് ഗുണിക്കാം. അപ്പൊ ഏജിന്റെ കേസിൽ മാത്രം എന്ത് ചെയ്യുക? ഇവിടെ ത്രൂ ഔട്ട് രണ്ടുകൊണ്ട് ഗുണിക്കണം എന്നർത്ഥം. ഇനി റിഡോക്സ് റിയാക്ഷൻ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, രണ്ടും കൂടി ആഡ് ചെയ്യാം. പറഞ്ഞോ, Cu plus 2Ag plus gives ഇലക്ട്രോൺ രണ്ടും ക്യാൻസൽ ആയി പോകും. Cu2 plus 2Ag. അതിലൊന്നും മാറ്റമില്ല. ഏത് മാത്രം? Ag വരുമ്പോൾ മാത്രം രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് മാത്രം. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പൊ ഗാൽവാനിക് സെല്ലിൽ ചോദിക്കുന്ന 8 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ടോപ്പിക്കാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം എന്ന് പറയും. എന്താ ആദേശ രാസപ്രവർത്തനം, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദേശം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാൾ ഇരിക്കുന്ന സ്ഥാനത്ത് അയാളെ മാറ്റിയിട്ട് വേറൊരാൾ അവിടെ കയറിയിരിക്കുക, അതിനാണ് ആദേശം ചെയ്യുക എന്ന് പറയുക. ഡെഫിനിഷൻ പറയുന്നത് എത്രയുള്ളൂ ആക്ച്വലി? ദ മെറ്റൽ ഹാവിംഗ് ഹയർ റിയാക്ടിവിറ്റി ഡിസ്പ്ലേസസ് മെറ്റൽ ഹാവിംഗ് ലോവർ റിയാക്ടിവിറ്റി ഫ്രം ദെയർ സാൾട്ട് സൊല്യൂഷൻ. ക്രിയാശീലത കൂടിയ ലോഹം കുറഞ്ഞ ലോഹത്തെ ലവണലായനിൽ നിന്നും ആദേശം ചെയ്യുന്നു. ഇതാണ് ഡെഫിനിഷൻ. സാധാരണ ഡെഫിനിഷൻ അല്ല ചോദിക്കുക, പ്രോബ്ലം ആണ് ചോദിക്കുക. ഇപ്പോൾ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ഇവിടെ ശ്രദ്ധിച്ച SSLCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, 2 ബീക്കർ അവർ തന്നു. 2 ബീക്കർ തന്നു. ഒന്നാമത്തെ ബീക്കറിൽ അല്പം ZnSO4 സൊല്യൂഷൻ, അതിലേക്ക് ഒരു മഗ്നീഷ്യം റോഡ് ഇറക്കി വെച്ചു. രണ്ടാമത്തെ ബീക്കറിൽ MgSO4 സൊല്യൂഷൻ, അതിലേക്ക് ഒരു സിങ്ക് റോഡ് ഇറക്കി വെച്ചു. AB 2 ചിത്രം തന്നു. എന്നിട്ട് ഇവിടുന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫിഗർ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ടേക്സ് പ്ലേസ്? ഏത് ചിത്രത്തിലാണ് ആദേശ രാസപ്രവർത്തനം നടക്കുന്നത്? ഗിവ് റീസൺ, കാരണം എഴുതുക. വെദർ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ഫിഗർ ബി, ഇതിൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കോ? ഗിവ് റീസൺ, കാരണം എഴുതുക. റൈറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, അവിടുത്തെ റിയാക്ഷൻ എഴുതുക. ഇങ്ങനെ 3 ക്വസ്റ്റ്യൻ ആ ചോദിക്കാം. ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പം, സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മളിപ്പോൾ ഒരു റൂമിൽ ഇരിക്കുകയെന്ന് സങ്കല്പിക്കാം. അവിടെ ഒരൊറ്റ ചെയർ മാത്രമുണ്ട്, നമ്മൾ മാത്രം അവിടെ ഉണ്ട്, ഒരൊറ്റ ചെയറും അവിടെ ഉണ്ട്, നമ്മൾ ആ ചെയറിൽ ഇരിക്കുകയാണ്. ആ റൂമിലേക്ക് നമ്മളെക്കാളും പ്രായം കൂടിയ നമ്മുടെ വീട്ടിലെ ഫാദറോ മദറോ ബ്രദറോ അല്ലെങ്കിൽ നമ്മളെ റിലേറ്റീവ് കസിൻസിലോ അങ്ങനെ ആരെങ്കിലും ഒന്ന് ആ റൂമിലേക്കാണ് കടന്നു പോകുന്നത്. നമ്മൾ എന്താ ചെയ്യുക? സ്വാഭാവികമായിട്ട് നമ്മളെക്കാൾ മുതിർന്ന ആളായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് എണീക്കും, അയാൾ അവിടെ ഇരിക്കും, അല്ലേ? നമുക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല, നമ്മൾ അയാളുടെ അടുത്ത് ഇങ്ങനെ നിൽക്കും. കേസ് നമ്പർ 1. രണ്ടാമത്തെ കേസ്, നമ്മളിങ്ങനെ റൂമിലിരിക്കുകയാണ്. ആ റൂമിലേക്ക് കയറി വന്നത് നമ്മൾ അനിയനോ അനിയത്തിയോ നമ്മളെക്കാളും പ്രായം കുറഞ്ഞ ഒരാളാണ് കയറി വന്നത്.
എന്താ സംഭവിക്കുക? നമ്മൾ സീറ്റിൽ നിന്ന് എണീക്കോ? ഇല്ലല്ലോ, അവിടെ തന്നെ ഇരിക്കൂലേ? യെസ്, നമ്മൾ അവിടെ ഇരിക്കും. എന്തുകൊണ്ടാണ് എണീക്കാത്തത്? നമ്മളാണ് മുതിർന്നത്, നമ്മളൊക്കെയാണ് ബഹുമാനം കിട്ടേണ്ടത്, നമ്മൾ അവിടെ ഇരിക്കും അല്ലെ? ഈ രണ്ട് കേസിൽ ഏതിലാണ് നമ്മൾ എണീറ്റ് കൊടുത്തത്? ആദ്യത്തെ കേസിൽ. എന്തുകൊണ്ടാണ് എണീറ്റ് കൊടുത്തത്? ആ വന്ന ആൾക്ക് നമ്മളെക്കാളും അല്ലെങ്കിൽ നിൽക്കുന്ന ആൾക്ക് നമ്മളെക്കാളും എന്ത് കൂടുതലുണ്ട്? പ്രായം കൂടുതലുള്ളത് കൊണ്ടാണ്. അതേ കൺസെപ്റ്റ് ഇതൊരു റൂമായിട്ട് സങ്കല്പിക്കുക. യെസ്, ഇവിടെ ആരാ നിൽക്കുന്നത്? MG ആണ് നിൽക്കുന്നത്. ആരായിരിക്കുന്നത്? ZN ആണ് ഇരിക്കുന്നത്. എവിടെ ഇരിക്കുന്നത്? SO4 എന്ന് പറഞ്ഞ സോഫയിൽ. ഓക്കെ, SO4 എന്ന് പറഞ്ഞ സോഫയിൽ ZN ഇരിക്കുകയാണ്. അവിടേക്ക് ആര് വന്നു നിന്നു? MG വന്നു നിന്നു. ഇതിൽ ആർക്കാണ് പ്രായം കൂടുതൽ എന്ന് വെച്ചാൽ റിയാക്ടിവിറ്റി കൂടുതലാണ്. ക്രിയാശീല ശ്രേണി റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചിട്ടുണ്ട് അല്ലെ? MGക്ക് ZNേക്കാളും പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മാഗ്നീഷ്യം, അത് കഴിഞ്ഞിട്ടാണ് അലൂമിനിയം, സിങ്ക് വരുന്നത്. സോ MGക്ക് ZNേക്കാളും ക്രിയാശീലത കൂടുതലാണ്. അപ്പൊ ഇവിടെ എന്ത് നടക്കും? ZN ഇവിടെ നിന്നാണ് എണീറ്റ് കൊടുക്കും. അവിടെ ആരിയിരിക്കും? MG ഇരിക്കും. അപ്പൊ ഇവിടെ ആദേശ രാസപ്രവർത്തനം ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുമല്ലേ? യെസ്, നടക്കും, എണീറ്റ് കൊടുക്കും. ഇനി ഇവിടെ നോക്ക്, ആരാ നിൽക്കുന്നത്? ZN. ഇരിക്കുന്നതോ? MG, SO4 എന്ന് പറഞ്ഞ സോഫയിൽ അല്ലെ? ആർക്കാ പ്രായം കൂടുതൽ, റിയാക്ടിവിറ്റി കൂടുതൽ? MGക്കാണ്. അയാൾ ഇരിക്കാണ്, എണീറ്റ് കൊടുക്കുമോ? ഇല്ല. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഡസ് നോട്ട് ടേക്സ് പ്ലേസ്. ആദേശ രാസപ്രവർത്തനം നടക്കില്ല. എന്തുകൊണ്ട് അവിടെ നടക്കാത്തത്? റീസൺ പറയൽ ഇങ്ങനെയാ: ZN ഹാവിംഗ് ലോവർ റിയാക്ടിവിറ്റി ദാൻ MG. ZNന് MGയേക്കാൾ ക്രിയാശീലത കുറവായതുകൊണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് നടക്കാനുള്ള കാരണം? പറയേണ്ടത് ഇങ്ങനെ, ആദ്യം നിൽക്കുന്ന ആളെ പേരിന്നാണ് തുടങ്ങേണ്ടത്. MG ഹാവിംഗ് ഹയർ റിയാക്ടിവിറ്റി ദാൻ ZN. MGക്ക് ZNനേക്കാൾ ക്രിയാശീലത കൂടുതലായതുകൊണ്ട്. ഇവിടെ എന്തായിരുന്നു? ZNന് MGയേക്കാൾ ക്രിയാശീലത കുറവായതുകൊണ്ട്. ZN ഹാവിംഗ് ലോവർ റിയാക്ടിവിറ്റി ദാൻ MG. ഇവിടെ MG ഹാവിംഗ് ഹയർ റിയാക്ടിവിറ്റി ദാൻ ZN. MGക്ക് ZNനേക്കാൾ ക്രിയാശീലത കൂടുതലായതുകൊണ്ട്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടുത്തെ റിയാക്ഷൻ എഴുതാൻ പറയും. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഇതിൽ നടക്കൂല, ഇവിടെ അല്ലേ നടക്കുള്ളൂ. അപ്പൊ ഇവിടുത്തെ റിയാക്ഷൻ എങ്ങനെ എഴുതാൻ നോക്കാം. ആദ്യം നിൽക്കുന്ന ആളെ പേര് എഴുതാ MG പ്ലസ് ഇരിക്കുന്ന ആളെ പേര് എഴുതാ ZN. എവിടെ ഇരിക്കുന്നത്? SO4 എന്ന് പറഞ്ഞ സോഫയിൽ. സോഫിന്റെ പേര് എടുത്തിട്ട് എഴുതാ ZnSO4 gives. എന്താ സംഭവിക്കുക? ഈ SO4 എന്ന് പറഞ്ഞ സോഫയിൽ നിന്ന് ആരെ എണീപ്പിക്കണം? ZN എണീപ്പിക്കണം. എന്നിട്ട് പകരം ആരിരുത്തണം? MGന് ഇരുത്തണം. ഒന്ന് ഇരുത്തി കൊടുത്തേ. MgSO4 പ്ലസ് അവിടെ നിന്ന് എണീപ്പിച്ച ZN ഇരിക്കാൻ സ്ഥലമുണ്ടോ? ഇല്ല, അവിടെ കുത്തനെ നിർത്തണം. പ്ലസ് ZN. കഴിഞ്ഞു. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആയി. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇനി ഇവിടുത്തെ ഓക്സിഡേഷൻ, ഓക്സീകരണം, അതേപോലെ റിഡക്ഷൻ, നിരോക്സീകരണ സമവാക്യം എഴുതാൻ പറയും. ഓക്സിഡേഷൻ, ഓക്സീകരണം, അതേപോലെ റിഡക്ഷൻ, നിരോക്സീകരണം, ഈ സമവാക്യം എഴുതാൻ പറയും. അപ്പൊ നിങ്ങൾ ചില സാറേ, ഈ ഓക്സിഡേഷനും റിഡക്ഷനും ഗാൽവാനിക് സെല്ലിൽ ആനോഡും കാഥോഡിലും അല്ലേ നടക്കുന്നത്? ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ, കാഥോഡിൽ നടക്കുന്നത് റിഡക്ഷൻ അല്ലേ? ഇതല്ലേ? അപ്പൊ ഇവിടെ എങ്ങനെ ആനോഡും കാഥോഡും ഇല്ലല്ലോ? അപ്പൊ എങ്ങനെയാ റിയാക്ഷൻ ചെയ്താ? ആനോഡും കാഥോഡും ഇല്ലെങ്കിലും ഇവിടെ റിയാക്ടിവിറ്റി കൂടിയ മെറ്റലും ഉണ്ട്, കുറഞ്ഞ മെറ്റലും ഉണ്ട്. റിയാക്ടിവിറ്റി കൂടിയ മെറ്റലിനെ എന്തായിട്ട് പരിഗണിച്ചാൽ മതി? ആനോഡായിട്ട് പരിഗണിക്കുക, ഓക്സിഡേഷൻ സംഭവിക്കും. റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെയോ കാഥോഡായിട്ട് പരിഗണിക്കുക, റിഡക്ഷൻ സംഭവിക്കും. അപ്പൊ എങ്ങനെയാ ആനോഡത്തെ റിയാക്ഷൻ? മറ്റോടത്ത് പറഞ്ഞ പോലെ തന്നെ, ഗാൽവാനിക് സെല്ലിൽ പറഞ്ഞ പോലെ തന്നെ. പറഞ്ഞോ, ആനോഡിന്റെ പേര് റിയാക്ടിവിറ്റി കൂടിയ ആളെ MG. MG gives പറഞ്ഞോ Mg2 +2 ഇലക്ട്രോൺ. ഇനി കാഥോഡത്തെ റിയാക്ഷൻ നേരെ തിരിച്ചെടുക്കുക. പറഞ്ഞോ, MGക്ക് പകരം ഇവിടെ ആരാണ് കാഥോഡായിട്ട് വരുന്നത്? മീൻസ് റിയാക്ടിവിറ്റി കുറഞ്ഞ ആള് ZN. പറഞ്ഞോ, Zn2 +2 ഇലക്ട്രോൺ gives ZN. കഴിഞ്ഞു. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ കഴിഞ്ഞു. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഏതി കൂടെ? യെസ്. അങ്ങനെയാണെങ്കിൽ 2 പ്രാവശ്യം SSLC എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഇവിടെ ശ്രദ്ധിച്ചേ, ഒരു ബീക്കറിൽ അല്പം CuSO4 സൊല്യൂഷൻ തന്നു, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. അതിലേക്ക് ഒരു അയൺ നെയിൽ ഡിപ്പ് ചെയ്തു. അയൺ നെയിൽ ഡിപ്പ് ചെയ്തു. ഓക്കെ, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുമല്ലേ? യു റീസൺ റൈറ്റ് ദ റിയാക്ഷൻ. അപ്പൊ പറഞ്ഞേ, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുമല്ലേ? അയൺ നെയിൽ എന്ന് പറഞ്ഞാൽ ഇരുമ്പാണ്. ഇരുമ്പ് എന്ന് പറഞ്ഞാൽ Fe. അപ്പൊ നിൽക്കുന്ന ആള് Fe, ഇരിക്കുന്ന ആള് Cu. ആർക്കാ റിയാക്ടിവിറ്റി കൂടുതലുള്ളത്? Feക്കല്ലേ? അപ്പൊ Fe ഹാവിംഗ് ഹയർ റിയാക്ടിവിറ്റി ദാൻ Cu. Feക്ക് Cuനേക്കാൾ ക്രിയാശീലത കൂടുതലാണ്. അപ്പൊ അവിടെ ആദേശ രാസപ്രവർത്തനം ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുമെങ്കിൽ അവിടുത്തെ റിയാക്ഷൻ എഴുതാൻ പറയും. അപ്പൊ ഇങ്ങനെ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞോ, Fe പ്ലസ് ആദ്യം നിൽക്കുന്ന ആളെ പേര് എഴുതി. ഇനി മൊത്തം ഇരിക്കുന്ന ആളെ പേര് CuSO4. SO4 എന്ന് പറഞ്ഞ സോഫ്റ്റിൽ Cu ഇരിക്കുകയാണ്. എന്ത് ചെയ്യണം? അവിടെ നിന്ന് എണീപ്പിക്കണം. എന്നിട്ട് Feന് ഇരുത്തണം. പറഞ്ഞേ, FeSO4 +Cu. ക്ലിയർ? ഇനി ഇവിടുത്തെ ഓക്സിഡേഷൻ റിയാക്ഷൻ, ഓക്സീകരണം എങ്ങനെ എഴുതാ? ഓക്സിഡേഷൻ പറഞ്ഞോ, Fe gives Fe2 +2 ഇലക്ട്രോൺ. റിഡക്ഷൻ, നിരോക്സീകരണം പറഞ്ഞോ,
നേരെ തിരിച്ച് Cu അല്ലേ, Cu2 പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. കഴിഞ്ഞു. അപ്പൊ ആദേശ രാസപ്രവർത്തനത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ 3 ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആയി. ഇനി ചാപ്റ്ററിലെ 4ാമത്തെ ടോപ്പിക് ഇലക്ട്രോളിറ്റിക് സെൽ അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ. അപ്പൊ എന്താണ് ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം? ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് കെമിക്കൽ റിയാക്ഷൻ നടത്തുക, അതിനെയാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുക. അതായത് വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുക. അതായത് ഒരു സാൾട്ട് സൊല്യൂഷനിലൂടെ ഇലക്ട്രിസിറ്റി വൈദ്യുതി കടത്തിവിട്ടിട്ട് ആ സാൾട്ട് സൊല്യൂഷനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇലക്ട്രോളിസിസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇലക്ട്രോളിസിസിൽ നടക്കുന്ന ഊർജ്ജമാറ്റം, വൈദ്യുത വിശ്ലേഷണത്തിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ത്? ഇവിടുന്ന് ചോദിക്കുന്ന 1ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ടേക്സ് പ്ലേസ് ഇൻ ഇലക്ട്രോളിറ്റിക് സെൽ? വൈദ്യുത വിശ്ലേഷണത്തിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ത്? അതായത് കെമിക്കൽ റിയാക്ഷൻ നടത്തി വൈദ്യുതി ഉണ്ടാക്കുകയായിരുന്നു ഗാൽവാനിക് സെൽ, നേരെ ഓപ്പോസിറ്റ് വൈദ്യുതി ഉപയോഗിച്ച് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? ഇലക്ട്രിക്കൽ എനർജി, വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്? കെമിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി, അതായത് വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറുന്നു? രാസോർജ്ജമായിട്ട് മാറുന്നു. ഓക്കെ, ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറുക, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് കെമിക്കൽ റിയാക്ഷൻ നടത്തുക. അപ്പൊ ഇവിടെ നമുക്ക് 2 ഇലക്ട്രോൺസ് ആണ് പഠിക്കാനുള്ളത്. 2 ഇലക്ട്രോൺസ് അത് മാത്രമാണ് പഠിക്കാനുള്ളത്. പിന്നെ 5ാമത്തെ ചാപ്റ്ററിൽ Al2 O3 ഉണ്ട്, ഇത് പഠിച്ചാൽ അതും കിട്ടും. അതേതാന്നുള്ളത്, 1ാമത്തത് മോൾട്ടൺ NaCl, അതായത് ഉരുകിയ NaClന്റെ വൈദ്യുത വിശ്ലേഷണം. ഉരുകിയ NaCl വളരെ സിമ്പിൾ ആണ്. അപ്പൊ അതിന്റെ ചിത്രമൊന്നും ഓർത്തിരിക്കണം നിർബന്ധമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് ഉരുകിയ NaCl, മോൾട്ടൺ NaClന്റെ ഇലക്ട്രോളിസിസ് പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പാത്രത്തിൽ മോൾട്ടൺ NaCl, ഉരുകിയ NaCl എടുത്ത് ചൂടാക്കി ലിക്വിഡാക്കും. ആ ഉരുകിയ NaCl ഒരു ബീക്കറിലേക്ക് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഗ്രാഫൈറ്റ് റോഡിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാണ്. അപ്പൊ എന്താ സംഭവിക്കുക? ഏതൊരു സാൾട്ട് സൊല്യൂഷനിലൂടെയും ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാൾട്ട് സൊല്യൂഷൻ 2 അയോണുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യും? 2 അയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഭൂലോകത്ത് 2 അയോണേ ഉള്ളൂ, ഒന്ന് പോസിറ്റീവ് അയണും 2 നെഗറ്റീവ് അയണും. അപ്പൊ നമുക്ക് NaClലൂടെ ഇലക്ട്രിസിറ്റി കടത്തി വിട്ട് കഴിഞ്ഞാൽ NaCl 2 അയോണായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒരു പോസിറ്റീവ് ഉണ്ടാവും, ഒരു നെഗറ്റീവ്. ആരാ പോസിറ്റീവ് എന്ന് വെച്ചാൽ ആദ്യത്തെ ആള് പോസിറ്റീവ്, രണ്ടാമത്തെ ആള് നെഗറ്റീവ്. അപ്പൊ NaCl ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന 2 അയോൺ ഏതൊക്കെയാ? Na പ്ലസ് Cl മൈനസ്. ഇങ്ങനെ ഒരു സാൾട്ട് സൊല്യൂഷൻ അയോൺ ആയിട്ട് മാറുന്നതിന് പറയുന്ന പേരാണ് അയോണൈസേഷൻ ഇക്വേഷൻ, അയോണീകരണ സമവാക്യം. അയോണീകരണ സമവാക്യം. അപ്പൊ ഉരുകിയ NaClന്റെ അയോണീകരണ സമവാക്യം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അയോണൈസേഷൻ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ ഇതിൽ കൂടെ NaCl gives Na പ്ലസ് Cl മൈനസ്. ഇനി അവിടെ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ അയോൺസ് പ്രസന്റ് ഇൻ മോൾട്ടൺ NaCl? ഉരുകിയ NaClൽ കാണപ്പെടുന്ന അയോണുകൾ ഏതെല്ലാം? Na പ്ലസും Cl മൈനസും. ആൻസർ ആയി. യെസ്. ഇനി ഇവിടുന്ന് 2 റിയാക്ഷൻ കൂടി പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. അതായത് കാഥോഡുത്ത റിയാക്ഷൻ, കാഥോഡ് എന്ന് പറഞ്ഞാൽ മൈനസ്, ആനോഡുത്ത റിയാക്ഷൻ, ആനോഡ് എന്ന് പറഞ്ഞാൽ പ്ലസ്. ഗാൽവാനിക് സെല്ലിൽ മാത്രമേ കാഥോഡ് പ്ലസും ആനോഡ് മൈനസ് ഉള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ കാഥോഡ് നെഗറ്റീവും ആനോഡ് പോസിറ്റീവും ആണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം 2 ഗ്രാഫൈറ്റ് റോഡാണ് നമ്മൾ ഇറക്കി വെച്ചത്, 2 ഇലക്ട്രോഡാണുള്ളത്. ഒരു ഇലക്ട്രോഡ് ആനോഡും ഒരു ഇലക്ട്രോഡ് കാഥോഡും. ആനോഡിന്റെ ചാർജ് പോസിറ്റീവ്, കാഥോഡിന്റെ ചാർജ് നെഗറ്റീവ്. സൊല്യൂഷനിൽ ഇപ്പോൾ ഇലക്ട്രിസിറ്റി കടന്നു പോയപ്പോൾ 2 അയോൺ ആണ് അവിടെ സൊല്യൂഷനിൽ കിടക്കുന്നത്. Na പ്ലസും Cl മൈനസും സ്പ്ലിറ്റ് ആയിട്ട് കിടക്കുക. ഒരു അയോൺ നേരെ എങ്ങോട്ടേക്ക് പോകും? കാഥോഡിലേക്ക് പോകും. ഒരു അയോൺ എങ്ങോട്ടേക്ക് പോകും? ആനോഡിലേക്ക് പോകും. ആരെങ്ങോട്ടേക്കാണ് പോവുക? പോസിറ്റീവിന് എപ്പോഴും അട്രാക്ഷൻ നെഗറ്റീവിനോടാണ് ഉണ്ടാവുക. നെഗറ്റീവിന് എപ്പോഴും അട്രാക്ഷൻ ആരോടാ? പോസിറ്റീവിനോട്. അപ്പൊ കാഥോഡ് നെഗറ്റീവാണ്. അപ്പൊ ഇതിൽ ഒരു അയോണിനെ കാഥോഡും വലിച്ചെടുക്കും, ഒരു അയോണിനെ ആനോഡും വലിച്ചെടുക്കും. അല്ലെങ്കിൽ ഒരു അയോൺ കാഥോഡിലേക്ക് പോകും, ഒരു അയോൺ ആനോഡിലേക്ക് പോകും. ആരാണ് കാഥോഡിലേക്ക് പോവുക? കാഥോഡ് നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് അയോണാണ് കാഥോഡിലേക്ക് പോവുക. അപ്പൊ കാഥോഡത്തെ റിയാക്ഷൻ എങ്ങനെ ചെയ്താ? Na പ്ലസ് കാഥോഡിലേക്ക് വന്നു. കാഥോഡ് ഇലക്ട്രോൺ സ്വീകരിക്കലാണ്. പ്ലസ് എത്ര പ്ലസ് ആണ്? ഒരു പ്ലസ് ആയതുകൊണ്ട് ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കും. എന്നിട്ട് എന്ത് കിട്ടും? gives Na. അപ്പൊ കാഥോഡത്തെ റിയാക്ഷൻ ഇങ്ങനെ തന്നെ കാണാതെ പഠിച്ചാലും ഒരു കുഴപ്പമില്ല. Na പ്ലസ് 1 ഇലക്ട്രോൺ gives Na. അപ്പൊ കാഥോഡിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ? Na. ദെൻ ആനോഡിലെ റിയാക്ഷൻ എങ്ങനെ ചെയ്യുക? ആനോഡ് പ്ലസ് ആ, അപ്പൊ അതിലേക്ക് ആരാ വരിക? മൈനസ് ആണ് വരിക. ഇവിടെ ഉള്ള മൈനസ് ആരാ? Cl മൈനസ്. അപ്പൊ Cl മൈനസ് ആനോഡിലേക്ക് വരും. ആനോഡ് എന്താ ചെയ്യുക? ഇലക്ട്രോൺ കൊടുക്കുക ചെയ്യുക. കാഥോഡ് വാങ്ങുകയാണ്, അപ്പൊ ഇതിന്റെ കൂടെ തന്നെയാണ്. ആനോഡ് കൊടുക്കുകയാണ്, gives കൊടുക്കുന്നു. എത്ര മൈനസ് ആണ്?
ഒരു മൈനസ് അല്ലേ ഉള്ളത്. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ വിട്ടു കൊടുത്തിട്ട് എന്തായിട്ട് മാറും? Cl ആയിട്ട് മാറും. എന്തായിട്ട് മാറും? Cl ആയിട്ട് മാറും. പക്ഷേ ക്ലോറിൻ, ഓക്സിജൻ എന്നൊക്കെ പറഞ്ഞാൽ ഡൈ ആറ്റോമിക് മോളിക്യൂളാ, ഒറ്റയ്ക്ക് സ്റ്റെബിലിറ്റി ഇല്ല, രണ്ടാൾ വേണം. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആറ്റോമിക് ആക്കാൻ വേണ്ടിയിട്ട് ഏജിൽ ചെയ്ത പോലെ തന്നെ ത്രൂ ഔട്ട് രണ്ടുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താ വരിക? 2Cl മൈനസ് ഗിവ്സ് Cl2 പ്ലസ് 2 ഇലക്ട്രോൺ. ത്രൂ ഔട്ട് രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് കാഥോഡിൽ കിട്ടുന്ന പ്രൊഡക്റ്റ്, ആനോഡിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ? Cl2. കഴിഞ്ഞു. മോൾട്ടൺ NaCl ഇത് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഇവിടുന്ന് ചോദിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ അയോൺസ് പ്രസന്റ് ഇൻ മോൾട്ടൺ NaCl? ഉരുകിയ NaCl കാണപ്പെടുന്ന അയോണുകൾ ഏതൊക്കെയാ? Na പ്ലസും Cl മൈനസും. റൈറ്റ് ദ കാഥോഡിക് റിയാക്ഷൻ ഓർ കാഥോഡിക് റിയാക്ഷൻ എന്താ പേര് പറയാ? റിഡക്ഷൻ, നിരോക്സീകരണം. എങ്ങനെയാ? Na പ്ലസ് പ്ലസ് 1 ഇലക്ട്രോൺ ഗീവ്സ് Na. റൈറ്റ് ദ ആനോഡിക് റിയാക്ഷൻ 2Cl മൈനസ് ഗീവ്സ് Cl2 പ്ലസ് 2 ഇലക്ട്രോൺ. വാട്ട് ആർ ദ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് അറ്റ് ആനോഡ് ആൻഡ് കാഥോഡ്? ആനോഡിലും കാഥോഡിലും ലഭിക്കുന്ന പ്രൊഡക്റ്റുകൾ എന്താ? ആനോഡിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് Cl2, കാഥോഡിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് Na. കഴിഞ്ഞു. അപ്പോൾ മോൾട്ടൺ NaCl ഇതവിടെ എഴുതി വെക്കുക. ഇതിന്റെ തൊട്ടപ്പുറത്ത് അങ്ങനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? NaCl സൊല്യൂഷന്റെ ഇലക്ട്രോളിസ് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ എങ്ങനെയാ നമുക്ക് NaCl സൊല്യൂഷന്റെ ഇലക്ട്രോളിസ് ചെയ്താൽ, അല്ലെങ്കിൽ അക്വസ് NaCl ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഞാൻ എഴുതുന്ന, കമ്പയർ ചെയ്ത് പഠിക്കാൻ എളുപ്പമാണ്. അടുത്തത് രണ്ടാമത്തെ ഇലക്ട്രോളിസ് ആണ് ബി. രണ്ടാമത്തെ ഇലക്ട്രോളിസ് അക്വസ് NaCl. അക്വസ് NaCl അതായത് ജലീയ NaCl ഇലക്ട്രോൺസ് ഇതേപോലെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. അക്വസ് NaCl എന്ന് പറഞ്ഞാൽ അതിൽ ആരൊക്കെ ഉണ്ടാവുക? NaCl ഉണ്ടാവും പ്ലസ് വാട്ടർ ഉണ്ടാവും. അതാണ് അവിടെയുള്ള വ്യത്യാസം. മോൾട്ടൺ NaCl എന്ന് പറഞ്ഞാൽ അതിൽ NaCl മാത്രമേ ഉണ്ടാവുള്ളൂ. NaCl പാത്രത്തിലെടുത്ത് ഉരുക്കിയതാണ്. അക്വസ് NaCl എന്ന് പറഞ്ഞാൽ NaCl ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും. അപ്പൊ അതിനെ ഇലക്ട്രോളിസിസ് നടത്തണം. എന്താ ചെയ്യേണ്ടത്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക. അതായത് NaCl എടുത്ത് വെള്ളം കലക്കി വാട്ടറിലിട്ട് ഡൈല്യൂട്ട് ചെയ്താൽ, മറ്റൊടുത്ത് ചൂടാക്കി ഡൈല്യൂട്ട് ചെയ്താൽ, എന്നിട്ട് ഇലക്ട്രിസിറ്റി കടത്തി വിട്ട് കഴിഞ്ഞാൽ NaCl രണ്ട് അയോൺ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇവിടെ ഉള്ള പോലെ തന്നെയാ. ഏതൊക്കെയാ? Na പ്ലസും Cl മൈനസും. H2O എന്താ സംഭവിക്കുക? അതും അയോൺ ആവുമെങ്കിലും H പ്ലസ് OH മൈനസ് H3O പ്ലസ് ഹൈഡ്രോണിയം അയോൺ ഒക്കെ ആവുമെങ്കിലും അൾട്ടിമേറ്റ്ലി സൊല്യൂഷനിൽ നമുക്ക് 2H2O പ്ലസ് രണ്ട് വാട്ടർ മോളിക്യൂൾ അയോൺ ആയിട്ടാണ് കാണപ്പെടുക. അപ്പൊ ഏതൊക്കെ അയോൺ? Na പ്ലസ് Cl മൈനസ് 2H2O പ്ലസ്. ഇവിടെ Na പ്ലസും Cl മൈനസ് മാത്രമേ ഉള്ളൂ. ഇവിടെ മൂന്നെണ്ണം ഉണ്ട് എന്നർത്ഥം. ഇനി ഇവിടുത്തെ അയോണൈസേഷൻ ഇക്വേഷൻ, അയോണീകരണ സമവാക്യമല്ല, അത് ഓൾറെഡി നമുക്ക് കിട്ടി. ഇനി കാഥോഡത്തെയും ആനോഡത്തെയും റിയാക്ഷൻ ആണ്. ആദ്യം കാഥോഡ് എഴുതുക. കാഥോഡ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. അപ്പൊ അതിലേക്ക് വരേണ്ടത് പ്ലസ് ആണ് വരേണ്ടത്. അതേപോലെ ആനോഡത്തെ റിയാക്ഷൻ എഴുതണം. ആനോഡ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. അപ്പൊ അതിലേക്ക് വരേണ്ടത് മൈനസ് ആണ്. ഓക്കെ. അപ്പൊ ആനോഡ് പ്ലസ്, അതിലേക്ക് മൈനസ് വരണം. ആദ്യം ആനോഡത്തെ റിയാക്ഷൻ എഴുതാം, എളുപ്പമാണ്. ആനോഡ് പ്ലസ്, അപ്പൊ അതിലേക്ക് ഈ മൂന്നെണ്ണത്തിലെ മൈനസ് വരണം. ഇവിടെ ആകെ മൈനസ് ഉള്ള Cl മൈനസ് ആ. ആ Cl മൈനസ് നേരെ ആനോഡിലേക്ക് കൊണ്ടുവരാം. Cl മൈനസ് അല്ലെ? ആനോഡ് ഇലക്ട്രോൺ കൊടുക്കലാണ്. ഗീവ്സ് ഒരു മൈനസ് അല്ലേ, ഒരു ഇലക്ട്രോണിനെ വിട്ടു കൊടുത്തിട്ട് എന്തായിട്ട് മാറും? Cl ആയിട്ട് മാറും. മതിയോ? പോരാ. ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ ബാലൻസ് ചെയ്യണം. 2Cl മൈനസ് ഗീവ്സ് Cl2 പ്ലസ് 2 ഇലക്ട്രോൺ. അപ്പൊ ആനോഡിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് Cl2. ഇതന്നല്ലേ ഇവിടെ ചെയ്തത്? അപ്പൊ മോൾട്ടൺ NaCl അക്വസ് NaCl ആനോഡിലെ റിയാക്ഷൻ രണ്ടും സെയിം ആണെന്ന് അർത്ഥം. ഇനി കാഥോഡത്തെ റിയാക്ഷൻ, അതാണ് മാത്രമേ വ്യത്യാസമുള്ളൂ. ശ്രദ്ധിക്കണം. കാഥോഡ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. അപ്പൊ അതിലേക്ക് ആരാ വേണ്ടത്? പ്ലസ് വരണം. ഇവിടെ ഉള്ള പ്ലസ് ആരൊക്കെയാ? Na പ്ലസ് ഉണ്ട്, 2H2O പ്ലസ് ഉണ്ട്. ഇവിടെ Na പ്ലസ് മാത്രം ആയതുകൊണ്ട് അതങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ഇവിടെ Na പ്ലസ് അല്ല, വേറെവർ വാട്ടർ ഈസ് ദർ, എവിടെ വാട്ടർ ഉണ്ടോ അയാൾക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. സോ ഈ 2H2O ആണ് കാഥോഡിലേക്ക് വരിക. അതാണ് ഇവിടെ ഉള്ള വ്യത്യാസം. അക്വസ് ആയതുകൊണ്ടാണ് 2H2O വരുന്നത്. 2H2O പ്ലസ് കാഥോഡിലേക്ക് വന്നു. എത്ര പ്ലസ് ഉണ്ട്? ഒരു പ്ലസ്. അപ്പൊ ഒരു ഇലക്ട്രോണിനെയാണ് സ്വീകരിക്കേണ്ടത്. പക്ഷെ ഒരു H2O ആണ് ഒരു പ്ലസ്. ഇവിടെ എത്ര H2O ഉണ്ട്? 2 H2O. അപ്പൊ 2 ഇലക്ട്രോണിനെ സ്വീകരിക്കും. ഗീവ്സ്. എപ്പോ വാട്ടർ റിയാക്ഷനിൽ പങ്കെടുത്താലും അതൊരു ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യും. ഏത് ഗ്യാസാ? ഹൈഡ്രജൻ ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യും. അപ്പൊ H2 എഴുതുക. അപ്പോൾ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് കിട്ടിയതാ H2. ഇനി ബാക്കി അതിൽ എന്താ ഉള്ളത് നോക്ക്. 2H2O ആയിരുന്നു. 2 × 2 4 ഹൈഡ്രജൻ പ്ലസ് 2 ഓക്സിജൻ. 4 ഹൈഡ്രജനും 2 ഓക്സിജനും ആണ് ഇതിൽ ഉണ്ടായിരുന്നത്. ആ 4 ഹൈഡ്രജനിൽ 2 ഹൈഡ്രജൻ പോയി. ഇനി ബാക്കി അവിടെ എന്താ ഉണ്ടാവുക? 2 ഹൈഡ്രജനും 2 ഓക്സിജനും. ആ 2 ഹൈഡ്രജനും 2 ഓക്സിജനും കൂടി ചേർന്നിട്ട് 2OH മൈനസ് ആയിട്ട് മാറും. ഓക്കെ, കഴിഞ്ഞു. അക്വസ് NaCl കഴിഞ്ഞു. അപ്പൊ കാഥോഡിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ? H2. ആനോഡിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ? Cl2. ഇവിടെ കാഥോഡിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് Na, ആനോഡിൽ സെയിം. അപ്പൊ രണ്ടിലും ആനോഡത്തെ സെയിം ആണ്, പ്രൊഡക്റ്റും സെയിം ആണ്, റിയാക്ഷനും സെയിം ആണ്. കാഥോഡത്ത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി ഈ എഴുതിയ അക്വസ് NaCl 7ാമത്തെ ചാപ്റ്ററിൽ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ പ്രിപ്പറേഷനും നമുക്ക് ആവശ്യമുണ്ട്. എങ്ങനെയാണ്? ഇതുവരെ നമ്മൾ പറഞ്ഞു. ഇനി ഇതിൽ എന്ത് ചെയ്യുക? ഇവിടെ ബാക്കിയുള്ള Na പ്ലസ് ഇതിനെന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ Cl ഇങ്ങോട്ടേക്ക് പോയി, Cl2 ആയി പോയി. H2O ഇങ്ങോട്ടേക്ക് വന്ന് ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്തു.
ഇനി ഇവിടെ Na+ അല്ലേ ബാക്കിയുള്ളത്. ഈ Na+ ഇവിടെ ഉണ്ടായ ഈ OH- കൂടെ കൂടിച്ചേരും. Na+ OH- അപ്പൊ എന്ത് കിട്ടും? NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്. അതാണ് ക്ലോർ ആൽക്കലി പ്രോസസ്. 7ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇതേ സാധനത്തിൽ ഒരു സ്റ്റെപ്പും കൂടി അവിടെ എഴുതിയാൽ മതി. Na+ OH- gives NaOH, ക്ലോർ ആൽക്കലി പ്രോസസ് ആയി. ഇസ് ഇറ്റ് ക്ലിയർ? ഇതാണ് ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിക് സെൽ, വൈദ്യുത വിശ്ലേഷണ സെൽ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു പോയിന്റ് കൂടി ഇതിൽ പഠിക്കണം. വാട്ട് ആർ ദ അപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോലൈറ്റിക് സെൽ ഓർ വൈദ്യുത വിശ്ലേഷണം? വൈദ്യുത വിശ്ലേഷണത്തിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം? 4-5 ഉപയോഗങ്ങളാണ്. പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽ, ലോഹങ്ങളുടെ നിർമ്മാണം. അതാണ് ഇവിടെ Na എന്ന് പറഞ്ഞ ലോഹം നിർമ്മിക്കുന്നുണ്ട്. അതേപോലെ Al2O3, അലൂമിനിയം, ഇങ്ങനെയുള്ള ലോഹങ്ങളുടെ നിർമ്മാണം, പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽ. രണ്ടാമത്തത് പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽ, Cl2O2 പോലുള്ള നോൺ മെറ്റൽ ഉണ്ടാക്കാൻ പറ്റും. മൂന്നാമത്തത് പ്രൊഡക്ഷൻ ഓഫ് കെമിക്കൽ, രാസവസ്തുക്കളുടെ നിർമ്മാണം. അതാണ് ക്ലോർ ആൽക്കലി പ്രോസസ്സിൽ NaOH ഉണ്ടാക്കുന്നത്. അത് ഇലക്ട്രോളിസിസിലൂടെയാണ്. ദെൻ നാലാമത്തത് റിഫൈനിങ് ഓഫ് മെറ്റൽ, ലോഹ ശുദ്ധീകരണം. അത് 6ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. റിഫൈനിങ് ഓഫ് മെറ്റൽ, ലോഹ ശുദ്ധീകരണം. ദെൻ 5ാമത്തത് ഇലക്ട്രോപ്ലേറ്റിംഗ്, വൈദ്യുത ലേപനം. അത് നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇലക്ട്രോപ്ലേറ്റിംഗ്, വൈദ്യുത ലേപനം. അതാണ് നമ്മുടെ ചാപ്റ്ററിലെ 5ാമത്തെ ടോപ്പിക്. ക്ലിയർ? ഓക്കെ, അപ്പൊ ചാപ്റ്ററിലെ 4 ടോപ്പിക്കുകൾ നമ്മൾ കഴിഞ്ഞു. റിയാക്ടിവിറ്റി സീരീസ്, ക്രിയാശീല ശ്രേണി, അതേപോലെ ഗാൽവാനിക് സെല്ല്, ദെൻ ആദേശരാസ പ്രവർത്തനം, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ദെൻ ഇലക്ട്രോലൈറ്റിക് സെൽ, വൈദ്യുത വിശ്ലേഷണ സെൽ. ചാപ്റ്ററിലെ 5ാമത്തെ ടോപ്പിക് ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോളിസിൽ വെട്ടാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്, വൈദ്യുത ലേപനം. പറഞ്ഞതിന്റെ അർത്ഥത്തിലേ ഉള്ളൂ. ഇലക്ട്രോപ്ലേറ്റിംഗ്, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് പ്ലേറ്റ് ചെയ്യുക, കോട്ട് ചെയ്യുക. അതായത് ഡെഫിനിഷൻ എത്രയേ ഉള്ളൂ, ഓർത്തിരിക്കാൻ, നോട്ട് ചെയ്ത് നോക്കുക. കോട്ടിംഗ് വൺ മെറ്റൽ ഓവർ അനദർ മെറ്റൽ ബൈ യൂസിങ് ഇലക്ട്രിസിറ്റി. ഒരു ലോഹത്തിന്റെ പുറത്ത് മറ്റൊരു ലോഹം വൈദ്യുതി ഉപയോഗിച്ച് ആവരണം ചെയ്യുക. അതിനാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. പെയിന്റ് അടിക്കുക എന്നൊക്കെ പറയും. കോട്ടിംഗ് വൺ മെറ്റൽ ഓവർ അനദർ മെറ്റൽ ബൈ യൂസിങ് ഇലക്ട്രിസിറ്റി. ഇവിടെ നമുക്ക് ഇലക്ട്രോപ്ലേറ്റിംഗിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കണം. അങ്ങനെ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്താലുള്ള മെച്ചം എന്താ? ഒന്ന്, ഇൻക്രീസ് ദ ബ്യൂട്ടി ഓഫ് മെറ്റൽ, ലോഹത്തിന്റെ ഭംഗി വർദ്ധിക്കുന്നു. രണ്ടാമത്തത് പ്രിവെന്റ് മെറ്റൽ ഫ്രം കൊറോഷൻ, ലോഹങ്ങളെ നാശനത്തിൽ നിന്ന് തടയാൻ പറ്റും. 6ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് മെറ്റൽ കൊറോഷൻ, അവിടെ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഒരൊറ്റ ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ് പഠിക്കാനുള്ളത്. ഒരു അയൺ റിംഗുമേൽ കോപ്പർ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുന്നതിന്റെ ചിത്രവും അതിന്റെ ഡയഗ്രവും. അപ്പൊ ഞാനൊരു നൂലിൽ കെട്ടിയിട്ട് അയൺ റിംഗ്, ഇരുമ്പ് വള തൂക്കിയിട്ടു. എന്നിട്ട് അതൊരു ബീക്കറിലേക്ക് ഇറക്കി വെച്ചു. അതിലേക്ക് ഒരു കോപ്പർ ആണ് കോട്ട് ചെയ്യണമെങ്കിൽ കോപ്പറിന്റെ ഒരു റോഡ് ഇറക്കി വെച്ചു. എന്നിട്ട് അതിന് സ്യൂട്ടബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കോപ്പർ ആയതുകൊണ്ട് നമ്മൾ ഗാൽവാനിക് സെല്ലിൽ പറഞ്ഞ പോലെ തന്നെ കോപ്പർ സൾഫേറ്റ് ആണ് സൊല്യൂഷൻ ആയിട്ട് എടുക്കേണ്ടത്. ഇനി ഇലക്ട്രിസിറ്റി കടത്തിവിടാൻ വേണ്ടി ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ നമ്മുടെ മെറ്റീരിയലുമായി, മീൻസ് നമ്മുടെ മെറ്റലുമായിട്ടും, നെഗറ്റീവ് ടെർമിനൽ എന്തിലേക്കാണോ കണക്ട് ചെയ്യുന്നത് ആ മെറ്റീരിയലുമായിട്ട് കണക്ട് ചെയ്യുക. പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്ത ആള് ആനോഡ്, നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്ത ആള് കാഥോഡ്. ഓക്കെ, ഇനി എന്താ സംഭവിക്കുക? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഈ കോപ്പർ ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ഈ അയൺ റിംഗുമ്മിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കും. ഇതാണ് നടക്കുക. അപ്പൊ ഇവിടെ ആനോഡിലെ ഓക്സിഡേഷൻ റിയാക്ഷൻ, കാഥോഡിലെ റിഡക്ഷൻ റിയാക്ഷൻ, അതെപ്പോഴും ഓർമ്മ വേണേ. ആനോഡ് ഓക്സിഡേഷൻ, ഓക്സീകരണം, കാഥോഡ് റിഡക്ഷൻ, നിരോക്സീകരണം. അപ്പൊ ആനോഡിലെ റിയാക്ഷൻ എങ്ങനെ ചെയ്താൽ മറ്റൊരു പറഞ്ഞ അതേപോലെ തന്നെ ഗാൽവാനിക് സെല്ലിൽ ആനോഡ് Cu gives അതിന്റെ മുകളിൽ 2+ Cu2 +2 ഇലക്ട്രോൺ. ഇനി അതേ കോപ്പർ വന്നിട്ടല്ലേ ഇതിന്റെ മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത്, അല്ലാതെ ഇവിടെ അയൺ അല്ല കാഥോഡ്. കാരണം എന്താ? അയൺ അവിടെ നിന്ന് കൊടുക്കുന്നതേ ഉള്ളൂ, അതിന്റെ മുകളിൽ കോപ്പർ ആണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അപ്പൊ കാഥോഡായിട്ടും കോപ്പർ തന്നെ എടുക്കുക. അത് നേരെ റിവേഴ്സിൽ അങ്ങോട്ട് ചെയ്താൽ പറഞ്ഞോ, Cu2 +2 ഇലക്ട്രോൺ gives Cu. കഴിഞ്ഞു, റിയാക്ഷൻ കഴിഞ്ഞു. ഇനി ഇവിടെ കോപ്പറിന് പകരം എനിക്ക് ഗോൾഡ് ആണ് എടുക്കേണ്ടതെന്ന് കരുതുക. ഗോൾഡ് ആണ് കോട്ട് ചെയ്യേണ്ടതെങ്കിൽ, സ്വർണ്ണമാണെങ്കിൽ ഇവിടെ എടുക്കേണ്ട സൊല്യൂഷൻ ഇലക്ട്രോലൈറ്റ് എന്നാണ് സൊല്യൂഷൻ എന്ന് പറയാം. നമ്മൾ അവിടെ പറഞ്ഞു ഇലക്ട്രോലൈറ്റ് മാറ്റമുണ്ട്. ഗോൾഡ് ആണെങ്കിൽ എടുക്കേണ്ട സൊല്യൂഷൻ ഗോൾഡ് സയനൈഡും സോഡിയം സയനൈഡും ആണ്. ഗോൾഡ് സയനൈഡും സോഡിയം സയനൈഡും ആണ് എടുക്കേണ്ടത് ഗോൾഡ് ആണെങ്കിൽ. സിൽവർ ആണെങ്കിൽ, വെള്ളിയാണെങ്കിൽ ഗോൾഡ് സയനൈഡിന് പകരം സിൽവർ സയനൈഡും സോഡിയം സയനൈഡും അല്ലെങ്കിൽ സിൽവർ നൈട്രേറ്റ് ഉപയോഗിക്കാം. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഗോൾഡ് ആകുമ്പോൾ ഗോൾഡ് സയനൈഡും സോഡിയം സയനൈഡും, സിൽവർ ആകുമ്പോൾ പഠിക്കാൻ എളുപ്പത്തിനാണ് ഞാൻ സയനൈഡ്, നൈട്രേറ്റ് ഒഴിവാക്കി സയനൈഡിന്റെ പറയുന്നത്, മീൻസ് സോഡിയം സയനൈഡുമായിട്ട് കണക്ട് ചെയ്തിട്ട്. അപ്പോൾ ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് സയനൈഡും സോഡിയം സയനൈഡും, സിൽവർ ആണെങ്കിൽ സിൽവർ സയനൈഡും സോഡിയം സയനൈഡും. സോഡിയം സയനൈഡ് രണ്ടിലും കോമൺ ആയിട്ട് എടുത്താൽ മതി. ഇസ് ഇറ്റ് ക്ലിയർ? ഇതാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്, വൈദ്യുത ലേപനം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ റിയാക്ഷൻ ഒന്നും ഇതാ നിങ്ങൾക്ക് പഠിക്കാനില്ല, ഇത് മാത്രമേ ഉള്ളൂ. അതിന്റെ ജസ്റ്റ് പേര് മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, യെസ്. അപ്പൊ ചാപ്റ്ററിലെ 5ാമത്തെ ടോപ്പിക് കഴിഞ്ഞു.
ഇനി ചാപ്റ്ററിലെ 6ാമത്തെ ടോപ്പിക്കാണ് സെൽസ് അല്ലെങ്കിൽ സെല്ലുകൾ, അതായത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോ കെമിസ്ട്രി, അതായത് വൈദ്യുത രസതന്ത്രത്തിന്റെ പ്രായോഗിക ഉപയോഗങ്ങൾ. അതായത് എവിടെയാണ് ഈ വൈദ്യുത രസതന്ത്രം, ഈ കെമിക്കൽ റിയാക്ഷൻ നടത്തുന്നത്, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്, ഇതൊക്കെ എവിടെയാണ് ഉപയോഗിക്കുക? സെല്ലുകളാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ. സെൽ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് എ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയുടെ ഒരു സ്രോതസ്സാണ് സെൽ എന്ന് പറഞ്ഞാൽ. സെല്ലിന് 2 ഫങ്ഷൻസ് ആണുള്ളത്. ഒന്ന് പോർട്ടബിൾ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, കൊണ്ടു നടക്കാവുന്ന വൈദ്യുതിയുടെ സ്രോതസ്. അപ്പൊ സെൽസ് നേരിട്ട് നിങ്ങൾ എഴുതേണ്ട എന്താണ്? ഫങ്ഷൻസ് ഓഫ് സെല്ല്. ഒന്ന് പോർട്ടബിൾ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, കൊണ്ടു നടക്കാവുന്ന ഊർജ്ജ സ്രോതസ്. രണ്ടാമത്തത് വിച്ച് ഈസ് എ സ്റ്റോറേജ് ഡിവൈസ്. സെൽ ഈസ് എ സ്റ്റോറേജ് ഡിവൈസ്, വൈദ്യുതോർജ്ജ സംഭരണിയാണ്, സ്റ്റോറേജ് ഡിവൈസ് ഫോർ ഇലക്ട്രിസിറ്റി. അപ്പൊ അങ്ങനെയുള്ള സെറ്റപ്പിനെയാണ് നമ്മൾ സെൽ അല്ലെങ്കിൽ ബാറ്ററി എന്നൊക്കെ പറഞ്ഞ സാധനമായിട്ട് ഉപയോഗിക്കുന്നത്, സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സെല്ല് പ്രധാനമായിട്ടും 2 ടൈപ്പ് സെല്ലുള്ളത്. ഒന്ന് പ്രൈമറി സെല്ല്, മലയാളത്തിൽ പ്രൈമറി സെൽ എന്ന് തന്നെ പറയും, പ്രാഥമിക സെല്ലുകൾ, പ്രൈമറി സെല്ല്. രണ്ടാമത്തത് സെക്കൻഡറി സെല്ല്. സെല്ല് 2 ടൈപ്പ്, പ്രൈമറി സെൽസും സെക്കൻഡറി സെല്ലും. പ്രൈമറി സെൽ എന്ന് പറഞ്ഞാൽ യൂസ് ആൻഡ് ത്രോ, അതായത് കനോട്ട് ബി റീചാർജ് ആൻഡ് റീയൂസ്, അതായത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത സെല്ലാണ് പ്രൈമറി സെല്ല്. അതിന് എക്സാമ്പിൾ ആണ് ഒന്ന് നമ്മളെ ഈ ഡ്രൈ സെൽ എന്ന് പറയുന്ന സാധനം, ക്ലോക്കിൽ ഉപയോഗിക്കുന്നൊക്കെ ബാറ്ററി, ഡ്രൈ സെല്ല്. ദെൻ രണ്ടാമത്താണ് ബട്ടൺ സെൽ, വാച്ചുകളിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി, ബട്ടൺ സെല്ല്. അത് പ്രൈമറി സെല്ലാണ്, വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്തത്, കനോട്ട് ബി റീചാർജ് ആൻഡ് റീയൂസ്. അങ്ങനെ തന്നെ പോയിന്റ് ചെയ്ത് വെച്ചാൽ മതി. ദെൻ സെക്കൻഡറി സെല്ല് ക്യാൻ ബി റീചാർജ് ആൻഡ് റീയൂസ്, വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സെക്കൻഡറി സെല്ല്. അതിന് എക്സാമ്പിൾ ആണ് ഒന്ന് ലിഥിയം അയോൺ, അതായത് നമ്മുടെ വീട്ടിൽ മീൻസ് നമ്മുടെ ലാപ്ടോപ്പിലും മൊബൈൽ ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന ലിഥിയം അയോൺ ബാറ്ററി. അതേപോലെ നിക്കൽ കാഡ്മിയം, ടോർച്ചിലൊക്കെ ഉപയോഗിക്കുന്ന റീചാർജബിൾ ബാറ്ററി. ദെൻ ലെഡ് ആസിഡ് സെല്ല്, അതായത് നമ്മുടെ ഇൻവെർട്ടറുകളിലൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം നിറച്ചു കൊടുക്കുന്ന ടൈപ്പുള്ള ലെഡ് ആസിഡ് സെല്ല്. ഇതാണ് സെക്കൻഡറി സെല്ല്. ഇനി ഇതല്ലാത്ത ഒരു സ്പെഷ്യൽ ടൈപ്പ് സെല്ലുണ്ട്, ഫ്യൂവൽ സെൽ അല്ലെങ്കിൽ ഇന്ധന സെൽ എന്ന് പറയും. അതായത് ഫ്യൂവൽ, ഇന്ധനങ്ങളായ മീഥെയ്ന്, മെത്തനോള്, ഹൈഡ്രജൻ, ഇതൊക്കെ ബേൺ ചെയ്തിട്ട് കത്തിച്ചിട്ടുണ്ടാക്കുന്ന സെല്ലിനെയാണ് നമ്മൾ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്, ഇന്ധന സെൽ എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നല്ല പ്രവർത്തനക്ഷമത, ഹൈ എഫിഷ്യൻസി ഉള്ള, നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ ഉള്ള ഹൈ എഫിഷ്യൻസി ഉള്ള സെല്ലാണ് ഫ്യൂവൽ സെൽ, ഇന്ധന സെൽ എന്ന് പറയുന്നത്. ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ്. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലുള്ള 6 ടോപ്പിക്കുകളും നമ്മൾ കഴിഞ്ഞു. സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു 10-40 മിനിറ്റിൽ നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി പഠിക്കുക. ഈ പറഞ്ഞ സാധനം ബ്രീഫായിട്ട് ഒരു A4 പേപ്പറിൽ ഒറ്റ സൈഡിൽ എഴുതാവുന്നേ ഉള്ളൂ. ഈ പറഞ്ഞ സാധനം, ഞാൻ ബോർഡിൽ എഴുതിയ സാധനം, പറഞ്ഞ സാധനം ജസ്റ്റ് ഒന്ന് A4 എഴുതി നോക്കൂ. ക്വിക്ക് റിവിഷൻ നടത്താൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആ രീതിയിൽ നിങ്ങൾ ബാക്കിയുള്ള ചാപ്റ്ററിനും നമ്മൾ വഴിയെ വീഡിയോ അപ്ലോഡ് ചെയ്യും. ആ രീതിയിൽ എപ്പോഴും നമ്മൾ ചെറുപ്പത്തിൽ കേൾക്കുന്ന പോലെ ഹാർഡ് വർക്കല്ല, സ്മാർട്ട് വർക്ക് ചെയ്തിട്ട് ചാപ്റ്റർ പ്രിസൈസ് ആയിട്ട് കൊണ്ടുവരിക. നിങ്ങൾക്ക് പരീക്ഷന്റെ തലേന്ന് നിങ്ങൾ പഠിക്കേണ്ടത് കുറേ മെറ്റീരിയൽ നിങ്ങളെ കയ്യിലുണ്ടാവും. ഈ ചാപ്റ്ററിന്റെ തന്നെ സ്കൂളത്തെ നോട്ട്, ട്യൂഷൻ്റെ നോട്ട്, അതേപോലെ തന്നെ ലേബർ ഇന്ത്യ, ടെക്സ്റ്റ് ബുക്ക്, റിവിഷൻ ക്ലാസ്, അങ്ങനെ ഒരുപാട് നോട്ട് ഉണ്ടാവും. ഇതൊന്നുമല്ല നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇതിൽ നിന്നെല്ലാം കൺസോളിഡേറ്റഡ് ആയിട്ട് നിങ്ങൾ പ്രിസൈസ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു A4-ലുള്ള 1-2 A4 മാക്സിമം ഒരു ചാപ്റ്റർ ഒതുക്കിയിട്ടുള്ള ഷോർട്ട് നോട്ടുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നന്നായിട്ട് വർക്ക് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, ഇതൊന്ന് നോക്കുക, റിവൈസ് ചെയ്യുക. ഡു വെൽ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.